നല്ല പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല, ജസ്റ്റ് അറിയാം എന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊന്നും വലിയ രീതിക്കുള്ളൊരു നല്ല റെസ്പോൺസൊന്നും എനിക്കത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ് മറ്റുള്ളവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചായിട്ടും നമ്മളൊരു ലോ ലെവലിൽ തന്നെയാണെങ്കിൽ അത് നമുക്കൊരു ഡീമോട്ടിവേഷനാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സാധാ വ്ളോഗും അല്ല, ഡെയിലി വ്ളോഗല്ല, ഒന്നുമല്ല. ജസ്റ്റ് ഒരു കാര്യം പറയാണ്ടാവുന്നത്. എന്താ സംഭവം വെച്ചാൽ നമ്മൾ ഡെയിലി വ്ളോഗ് നിർത്തുവാണ്. നിലവിൽ നമ്മളിപ്പോൾ ഒരു 19 ഡെയിലി വ്ളോഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 19 ചെയ്യുന്നത് തന്നെ വലിയ കാര്യമുണ്ട. എന്താണെന്ന് വെച്ചാൽ 2 കാര്യമാണ് പ്രധാനമായിട്ട് നിർത്താനായിട്ട്. അതെന്ന് പറയുമ്പോൾ ടൈം മാനേജ്മെൻറ്റ്. അതായത് ഞാനിപ്പോൾ ഷോർട്സ് എടുക്കുന്നത് രാവിലെയാണ്. അപ്പോൾ രാവിലെ ഷോർട്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ പോകും. അപ്പോൾ അന്നുള്ള ഷോർട്സ് ആയിരിക്കും ഞാൻ മിക്കവാറും എടുക്കുന്നത്. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകും. ബസ്സിന് പോകണമാണ്, നേരത്തെ പോകണം. അപ്പോൾ ക്ലാസ്സിൽ പോകും. ക്ലാസ് കഴിഞ്ഞിട്ട് വന്നെന്ന് പറയുമ്പോൾ 3 മണി ആ സമയമാവും. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്കധികം സമയം കിട്ടില്ല. ഭയങ്കര ക്ഷീണവും ടയർഡൊക്കെ ആവും. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇത്ര ആൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല, ജസ്റ്റ് അതിനകത്തൊരു കോണ്ടന്റും കാര്യങ്ങളൊക്കെ വേണ്ടേ, എന്നാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുള്ളൂ. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡെയിലി വ്ളോഗ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞേക്കണത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഡെയിലി വ്ളോഗ് 19 കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അത് വെച്ചൊരു വിലയിരുത്താനും പറ്റൂല. പിന്നെ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല, സമയം, അതാണ് നമ്മുടെ ഒരു മെയിൻ വിഷയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാവ് എന്ന് പറയാനായിട്ടുള്ളൊരു കണ്ടന്റ്, അതായത് വീഡിയോ നമ്മളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതൊരു കാര്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വെറുതെ നമ്മളൊരു വീഡിയോ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബ് നിർത്തിപ്പോണെന്നല്ല പറഞ്ഞത്, എന്തായാലും തന്നെ ഇനി എന്തായാലും കുളിച്ച് കയറുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കണില്ല. അതായത് ഒരു വർഷം ആ ഒരു സമയത്താണ് എനിക്ക് കുറേ ചേഞ്ചസ് വന്നത്. അതിന് മുമ്പെന്ന് പറയുമ്പോൾ എനിക്കൊരു സെൽഫി എടുക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. ഇഷ്ടമല്ലാത്തപ്പോൾ ക്യാമറനെ ഫേസ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പണ്ടേ തൊട്ട് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, മുഖം കാണിക്കാണ്ട് എങ്ങനെ വീഡിയോ എടുക്കാം എന്നാണ് ഞാൻ സെർച്ച് ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരാളായിരുന്നു. അതിൽ നിന്ന് ഈ ഒരു പെട്ടെന്നാണൊരു വീഡിയോ ഒക്കെ എടുക്കാം എന്ന രീതിയിൽ മാറ്റം വന്നത് എന്തോ. അപ്പോൾ എന്തായാലും നമ്മളൊരു സാധനത്തിനായിട്ട് ഇറക്കി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഇനി പുറകോട്ടുള്ളൂ, അത് വേറെ കാര്യം. അതിപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഒരു സക്സസ് ലെവൽ എത്താൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് മാത്രമല്ല, എനിക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും സപ്പോർട്ട് കാര്യം ഇല്ലായികൊന്നുമില്ല. നല്ല സപ്പോർട്ടാണ്, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്, നല്ല വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അടിപൊളി കോണ്ടൻ്റൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പം അതിനുള്ള ഒരു റിസർച്ചിലാണ് എങ്ങനെ ഒരു നല്ല വീഡിയോ ഉണ്ടാക്കി എടുക്കുക. ഇപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോണുണ്ട്, അതാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിനുള്ളൊരു പരിശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ ഡെയിലി വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഇടേണ്ടി വരും, അറിയാമല്ല. ഡെയിലി അതായത് ഒരു ദിവസം നല്ല കണ്ടന്റ് കിട്ടിയാൽ പിറ്റേ ദിവസം നല്ല അങ്ങനെ കിട്ടണമെന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നല്ലത് ചെയ്യണമെന്നോർത്താണ് നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കണം. താൽക്കാലികം വേണ്ട, സ്ഥിരമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഈ ഡെയിലി വ്ളോഗ് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഷോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോർട്സ് ഞാൻ എല്ലാ ദിവസവും ഇടും. എന്തായാലും നമ്മൾ ഷോർട്സിൽ കൂടെ ആണെങ്കിൽ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് വരുന്നത്, ലൈക്ക് വ്യൂസ് ഒക്കെ വരുന്നത് ഷോർട്സിൽ കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു പെട്രോൾ കൊടുത്ത വീഡിയോ ഉണ്ട്, പെട്രോൾ റാൻഡം ആൾക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കണം എന്ന് പറയുമ്പോൾ ഒരു 70K ആവറായിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ബാക്കിയൊക്കെ ഒരു 40, പിന്നെ അതിൻ്റെ അടിയിലോട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ. സ്വാഭാവികം. ആദ്യം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ജൂലൈയിലാണ്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ അത് ഞാൻ ആഴ്ചയിലോ 1-2 വീഡിയോ ഒക്കെ ഇട്ടു. പിന്നെയാണ് മനസ്സിലായി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ കാര്യമുള്ളൂ, അല്ലാണ്ട് വല്ലപ്പോഴും തോന്നണ പോലെ ഇട്ടൊരു കാര്യമില്ല. ആ ഒരു കണ്ടിന്യൂറ്റി തുടർന്ന് വന്നപ്പോഴാണ് എനിക്കൊരു വ്യൂസൊക്കെ വെച്ച് കൂടാൻ തുടങ്ങിയതും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ തുടങ്ങി. അന്നേരം ആദ്യം ഒരു 1K വ്യൂസ് കിട്ടിയാൽ മതി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു 70K ഒക്കെ വ്യൂസ് കിട്ടണം. അതിന് വലിയ കാര്യം. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മൾ ഇപ്പം ഞാൻ ഈ ക്യാമറ മുമ്പിൽ വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിന് വലിയൊരു താങ്ക് യു. അങ്ങനെ ഇത്രയും പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഞാൻ ടൈപ്പ് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് നമ്മൾ എല്ലാ ദിവസവും ഇടും.
അതിപ്പോൾ ഞാൻ ഡെയിലി ഒരെണ്ണം വെച്ചാണ് ചിലപ്പോൾ ഞാൻ അത് കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഡെയിലി 2 എണ്ണം വെച്ചിട്ട് ചാൻസ് ഉണ്ട്. നല്ല നല്ല സാധനം കിട്ടിയാൽ നമ്മൾ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ വീക്ക്ലി നമ്മൾ 1-2 വീഡിയോ ഒക്കെ ചെയ്യാനാണ് ഒരു ഇപ്പോൾ നേരത്തെ നമ്മൾ അങ്ങനെ ചെയ്തെന്ന് വെച്ചത്. ആഴ്ചയിൽ 1-2 വീഡിയോ ഒക്കെ ചെയ്യും. അതൊരു കറക്റ്റ് സമയത്താണ് ഇടുന്നത്. അങ്ങനെ ഇട്ടാലേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. അതിനായിട്ടുള്ള ഒരു നല്ല ഒരു കോണ്ടന്റ് മേക്കിംഗ് ചെയ്യാനുള്ളൊരു ആലോചനയിലാണ്. അതിന് കുറച്ച് പൈസയും കൂടി വേണം. അങ്ങനെ നമുക്ക് പൈസ വരാനായിട്ടുള്ള ഒരു സോഴ്സ് ഇപ്പോൾ എനിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടാണെങ്കിലും കുറച്ച് സാധനമൊക്കെ മേടിക്കേണ്ടി വരും. അതിനൊക്കെ പൈസ വേണം. അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. നമ്മുടെ വീഡിയോ ഇറക്കിയിട്ട് വേണം പൈസ കിട്ടുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കാൻ കൂടി എനിക്ക് യൂട്യൂബിൽ ഇടാം. മോണിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടാലേ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് കൂടി എന്ന് പറഞ്ഞാൽ പൈസ കിട്ടില്ല. അതായത് ഇപ്പോൾ എന്നോട് പൈസ കിട്ടി തുടങ്ങിയാൽ കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി അവർക്കായിട്ട് പറയുന്നത് പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല. അതായത് ഇപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് വീഡിയോ ഇട്ടാലും പൈസ നല്ലോണം കിട്ടുമെന്നാണ് എല്ലാവരുടെയും വിചാരം. 1000 സബ്സ്ക്രൈബേഴ്സ് മതി. വാച്ചറിൻ്റെ കാര്യം ആർക്കും അറിയില്ല. വാച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഇഴഞ്ഞ് കയറുള്ളൂ. 4000 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ്. നിങ്ങൾ 4000 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആലോചിക്കാവുന്നുള്ളൂ എന്തോരം വേണം. എന്നാലും ഒരു വീഡിയോ നമ്മൾ ഇടുമ്പോൾ അത് ആൾക്കാർ മൊത്തം കാണണമെന്നില്ല. ചിലപ്പോൾ ഒരു 1, എനിക്ക് ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു 1-2 ആ ഒരു മിനിറ്റൊക്കെ വരുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കുറച്ചങ്ങോട്ട് പോവുള്ളൂ. കുറച്ച് സമയം കൂടുതൽ കിട്ടുള്ളൂ. ഡെയിലി വ്ളോഗ് നിർത്താനായിട്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനല്ല കുറച്ച് റാൻഡം ആൾക്കാരോട് നമ്മൾ ഇങ്ങനെ ചോദിച്ച്, നല്ല പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല, ജസ്റ്റ് അറിയാം എന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊന്നും വലിയ രീതിക്കുള്ളൊരു നല്ല റെസ്പോൺസൊന്നും എനിക്കത് കിട്ടിയില്ല. അതായത് ചീത്തയെന്നല്ല, വാവ് എന്ന് പറയിപ്പിക്കാനായിട്ടുള്ളൊരു ഇതൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടി നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ എന്ന് ആലോചിച്ചാണ് നമ്മൾ ഇരിക്കണത്. അപ്പോൾ എന്തായാലും അതിന് സാധിക്കട്ടെ. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല. ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് നല്ല ഹൈപ്പും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോർട്ട് ഇല്ലെന്നല്ല ഞാൻ പറയണത്. കുറച്ച് നാൾ കഴിയുമ്പോഴും നമ്മൾ ഒരു വലിയൊരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ കൂടി, അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് നിലവിൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു 3500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് എനിക്കൊരു വലിയ കാര്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് 3500 എന്ന് പറയണത് ചിലപ്പോൾ അവർക്കൊരു ചെറിയ സംഖ്യയായിട്ട് തോന്നാം. അത് അത്ര ആക്കാനായിട്ട് ഒരു കഷ്ടപ്പാട് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് വളരെ അറിയാവുള്ളൂ. പിന്നെ വീട്ടിലുള്ളവർക്ക് അറിയാം. അതായത് ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. അപ്പം അങ്ങനെ ഒരു ആൾക്കാരൊരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഇത്ര നാളായിട്ടും ഇത്ര ആയിട്ടുള്ളോ എന്ന് എനിക്കൊരു ചോദ്യം കിട്ടി. അങ്ങനെ ഒരാളുടെ അടുത്ത് എനിക്ക് കിട്ടി, ഇത്രയല്ല, അങ്ങനൊരു ചോദ്യം എനിക്ക് കിട്ടി. എന്നോട് ആരും ചോദിച്ചായിരുന്നു ഇത്ര ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയാണ് മറ്റുള്ളവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചായിട്ടും നമ്മളൊരു ലോ ലെവലിൽ തന്നെയാണെങ്കിൽ അത് നമുക്കൊരു ഡീമോട്ടിവേഷനാണ്. അധികം നമുക്ക് ഒരു മോട്ടിവേഷൻ കൂടി ആവും. അപ്പോൾ ഇനിയെന്ന് പറയണത് ഇച്ചിരി നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് അടിപൊളിയാക്കി ഹൈയിലെത്തിക്കാനായിട്ടാണൊരു പ്ലാൻ. അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സാരിയില്ല, നമുക്ക് കുറച്ച് ഉയരങ്ങളിൽ എത്തുവാണെങ്കിൽ ഞാൻ പുറകോട്ട് നോക്കാൻ നേരത്ത് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ വന്ന വഴി മറക്കണമെന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവം അങ്ങനെ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.